ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളൊന്ന് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് പോവാണ്. വിനോദങ്ങൾ ആൻറ്റി ഏബു ഞാൻ ചേച്ചി ഞങ്ങൾ ഇത്രയും പേരാണ് പോകുന്നത്. സോ നമുക്ക് ഏതെങ്കിലും വീട്ടിലേക്ക് പോകാം. ഞങ്ങൾ ഒരുങ്ങി ഇറങ്ങി, ഏബു ഇതുവരെ ഇറങ്ങിയില്ല. ആണ് നല്ല തിരക്കാണ്. തേങ്ങ വേണ്ട. സോ നമ്മൾ ഇറങ്ങിയിട്ട് വരാം. 12:30-ക്കാണ് ബസ്. 12:20 അങ്ങാണ്ടായി. ഇതുവരെ ഏബു വന്നില്ല. സോ ചെന്ന ബസ്സൊക്കെ കയറി ഇറങ്ങിയിട്ട് കാണാം. അപ്പോൾ ഗായ്സ്, നമുക്കൊരു സ്പെഷ്യൽ വ്ളോഗ് നമുക്ക് ഈ ഇടയ്ക്ക് നമ്മൾ ഈ ഒരു വീക്കിൽ വരുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകണം. എന്നെ സംബന്ധിച്ചൊരു സ്പെഷ്യൽ വ്ളോഗാണ്. ഞാൻ കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന വീഡിയോ ആണത്. അപ്പോഴത്തേക്കിനും അവിടെ പോകാൻ വേണ്ടി എടുക്കാൻ ഡ്രസ്സ് നോക്കി. അപ്പോൾ ഞാൻ അവരുടെ കോട്ട് സെറ്റൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ അവിടെ കുറേ നല്ല നല്ല കുർത്തീസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് കണ്ടോ, നൈറ്റ് സ്യൂട്ട്സാണ്. നല്ല പിൻട്രസ്റ്റി ക്യൂട്ട് വൈബ്, നല്ല നൈറ്റ് സ്യൂട്ട്സ്. ഇത് നല്ല ഗേൾസിനൊക്കെ ഇത് മസ്റ്റായിട്ടും ഇഷ്ടപ്പെടുന്നൊരു സംഭവമാണ്. നിങ്ങൾ ഏതായാലും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുന്നതിൽ ഫുൾ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ. അതുകഴിഞ്ഞ് നമ്മൾ ഡ്രസ്സൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഇതൊക്കെ നമ്മൾ പുറത്ത് പോകുമ്പോൾ ഫ്രോക്കായിട്ട് ഇടാൻ പറ്റുന്ന ഇലാസ്റ്റിക്കൊക്കെ വെച്ചിട്ട് ഇതൊക്കെ നല്ല പ്രെറ്റി വൈബുള്ള ഡ്രസ്സാണ്. അപ്പോൾ നമ്മൾ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ അതെല്ലാം എടുക്കാൻ വന്നത്. മെയിനായിട്ട് ഷർട്ട് എടുക്കാനാണ് പോയത്. പിന്നെ വന്നപ്പോൾ ഇതൊക്കെ നോക്കിയതാണ്. പിന്നെ നല്ല കുറേ മുസ്ലിംസൊക്കെ ഇടുന്ന നല്ല നല്ല ഡ്രസ്സില്ലേ അവർ, അതുപോലത്തെ കുറേ ഡ്രസ്സ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അതൊക്കെ നോക്കിപ്പോയി. പിന്നെ കുറേ വൈറ്റ് കളക്ഷൻ ഉണ്ടായിരുന്നു. ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് കൊള്ളായിരുന്നു. പിന്നെ അതേണ്ട ഈ ഒരു വൈറ്റ് എനിക്കിഷ്ടമായി. ഇത് എംബ്രോയ്ഡറി ചെയ്ത് കേട്ടോ. വൈറ്റിൻ്റെ അടുത്ത് നമ്മൾ പെട്ടെന്ന് അങ്ങ് അട്രാക്റ്റീവ് ആവും. പിന്നെ കുറേ സ്ലീവ്ലെസ് ഷോർട്ട് കുർത്തി ഉണ്ടായിരുന്നു. ഇത് നല്ല രസമാണ് കേട്ടോ. ഇത് 269 ആണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ്. ഇതിപ്പോൾ എനിക്കത് വേർത്തായിട്ട് തോന്നിയ നല്ല രസമുണ്ട്, നല്ല ക്യൂട്ടിയായിട്ട്. അപ്പുറത്ത് കിടക്കുന്ന ആ ഒരു ഇത് കൊള്ളാം. പിന്നെ കുറേ ക്രോപ്പ് ഷർട്ട്, ക്രോപ്പ് ടോപ്സ്, അങ്ങനെ കുറേ ക്യൂട്ടി സംഭവങ്ങളുണ്ടായിരുന്നു. അപ്പം അതൊന്നും ഞാൻ എടുത്തില്ല. മെയിനായിട്ട് എന്നിട്ട് ഞങ്ങൾ എടുത്തത് ബോയ്സ് സെക്ഷനിൽ നിന്നാണ്. ഏബുവിനെ എടുക്കാൻ പോയപ്പോൾ അവിടെ നിന്നാണ് പോയത്. പിന്നെ 299 കുറേ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ബെഡ്ഷീറ്റ്, ബ്ലാങ്കറ്റാണെന്ന് തോന്നുന്നു. അതെ. പിന്നെ അത് ഈ ഒരു പിങ്ക് ഷർട്ട് ഏബുവിനെ നോക്കിയത് ഭയങ്കര രസമായിരുന്നു. ഈ റോസ് ഷർട്ട്, അതും ബ്ലാക്ക് പാൻറ്റ് നല്ല രസമായിരിക്കും. പിന്നെ ഏബുവിനെ ഷർട്ട് എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഭയങ്കര അവന് ഫുൾ കൺഫ്യൂസ്. അവൻ ഉദ്ദേശിക്കുന്ന സാധനം തന്നെ അവന് കിട്ടണം. അപ്പോൾ ഞങ്ങൾ കുറേ സമയം അവിടെ ചിലവഴിച്ചു. അപ്പോൾ പിന്നെ ഞങ്ങളെടുത്തതും ബോയ് സെക്ഷനിലാണ്. ഇതിനെന്നാണ്ട് 700 സംതിങ് ആണ്. ആ പൈസയ്ക്ക് ആ ഒരു ഷർട്ട് വെറുത്താണെന്ന് തോന്നിയില്ല. അതുകൊണ്ട് അത് എടുത്തില്ല കേട്ടോ. പക്ഷെ കാണാൻ രസമുണ്ട്, പക്ഷേ റേറ്റിന് അത് വേർത്തല്ല. അപ്പം നമ്മളത് വെച്ചിട്ട് വേറെ കുറേ നോക്കുന്നുണ്ട്. പക്ഷെ എന്ത് രസം ഇതൊക്കെ. എനിക്കിതൊക്കെ അതാ നല്ലത്. അത് ഗൈസ്, ഞങ്ങൾ ഏബുവിന് ഡ്രസ്സ് നോക്കാൻ വന്നതാണ്. സോ അവൻ ഷർട്ട് നോക്കി നടക്കുകയാണ്. ഞങ്ങൾ നോക്കട്ടെ എങ്ങനെയൊക്കെയാണെന്ന് നോക്കട്ടെ. അവൻ്റെ ടേസ്റ്റ് നമുക്ക് ആർക്കും അറിയത്തില്ല. അവൻ ഏതൊക്കെ ഷർട്ട് പിടിക്കുന്നവർ നമുക്ക് അറിഞ്ഞൂടാ. എങ്ങനെയുണ്ട് ഈ ഷർട്ട്? കൊള്ളാം. ഗൈസ്, ഇവിടെ 2 പേര് ഡ്രസ്സ് ട്രയൽ ചെയ്യാൻ കയറിയപ്പോഴാണ് ഞങ്ങൾ അവിടെ അവരെ വെയിറ്റ് ചെയ്തു. എന്താ മിണ്ടാതെ? മിണ്ട്. കുറേ നാളായിട്ടല്ലേ? അതെ, കുറേ നാൾക്ക് ശേഷമാണ് അതിൻ്റെ വ്ളോഗിൽ വരുന്നത്. ഇവനും എടുത്തു. നോക്ക്, ഇങ്ങോട്ട് തിരിഞ്ഞേ. കൊള്ളാം. ഇവിടെ 2 പേരും ഒരേ ഡ്രസ്സ്. അപ്പോൾ ഗൈസ്, ബില്ലൊക്കെ അടച്ചിട്ട് നമ്മൾ നേരെ ഇറങ്ങി. അവിടെ ഇപ്പോൾ എന്തോ കൂപ്പണൊക്കെ ഉണ്ടായിരുന്നു, എന്തോ സ്കൂട്ടിക്കൊക്കെ വേണ്ടിയിട്ട്. അതൊക്കെ ചുമ്മാ കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതി കിട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ സ്റ്റുഡിയോയിൽ പോവാണ്. ഏബുവിന് എന്തോ ചപ്പലെടുക്കണമായിരുന്നു. അതുകൊണ്ട് നമ്മൾ ചപ്പലെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. സോ സ്റ്റുഡിയോ എത്തി. സ്റ്റുഡിയോയിൽ അപ്പോൾ കുറേ കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ ഡ്രസ്സൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് പോയതല്ല, ചുമ്മാ പോയപ്പോൾ നമ്മൾ കുറേ നോക്കി. അപ്പോൾ നമ്മളത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ സ്റ്റുഡിയോയിലെത്തി. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് തോന്നും, പക്ഷെ അത്രയില്ല. എന്നാലും 299 എന്തോ ഓഫറൊക്കെ ഉണ്ടായിരുന്നു അവിടെ. പക്ഷെ നമ്മളതൊന്നും കാര്യമായിട്ട് നോക്കിയതേ ഇല്ല. അവിടെ ചെന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. ഇത്രയും കാലം ഞാൻ സ്റ്റുഡിയോയിൽ പോയില്ല, ഏറ്റവും തിരക്കുള്ള ദിവസമായിരുന്നു അന്ന്. അപ്പോഴത്തേക്കിനും ഇത് ഇന്നലെ പോയതാട്ടോ. അപ്പം അവിടെ കുറേ ടീഷർട്ടിൻ്റെ കളക്ഷൻ, നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഇത് കണ്ടോ, ഒരുപോലത്തെ തന്നെ പാൻറ്റും ടോപ്പും ഒക്കെ. പക്ഷെ ഇതിൻ്റെ വിലയൊക്കെ ഇച്ചിരി എക്സ്പെൻസായിട്ട് എനിക്ക് തോന്നി. പക്ഷേ സ്റ്റുഡിയോയിൽ പിന്നെ അത്ര ഇല്ല.
എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞതാണ്, പക്ഷേ അതൊന്നും ഞാൻ നോക്കിയില്ല. അതിൻ്റെ ഒന്നും ആവശ്യം നമുക്കില്ലാത്തതുകൊണ്ട് നമ്മളതൊന്നും ഇപ്പോൾ എടുത്തില്ല. പക്ഷെ നല്ല ക്യൂട്ടി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് പിൻട്രസ്റ്റ്. ഓ മൈ ഗോഡ്, ജോലിയൊക്കെ കിട്ടിയിട്ട് വേണം സ്റ്റുഡിയോ മൊത്തത്തിൽ തൂത്തുവാരി എടുക്കാനൊക്കെ ആഗ്രഹിച്ചു ഞാനപ്പോൾ. കാരണം നൈറ്റ് സ്യൂട്ട്സൊക്കെ നല്ല ക്യൂട്ടി പൈ ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോഴത്തേക്കിനും നമ്മൾ അതൊക്കെ എടുത്തു. വെട്ടമാണല്ലോ ഗൈസ്, നമ്മൾ സ്റ്റുഡിയോയിൽ വന്നിരിക്കുകയാണ്. സോ സ്റ്റുഡിയോ ഡ്രസ്സ് നോക്കിക്കൊണ്ടിരിക്കുക. ആൻറ്റി ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ നോക്കിയിട്ട് വേഗം പോകാം ടൈമിൽ. ആൻറ്റിനെ പറ്റി പറയുന്നത് പിന്നെ കുറേ ഞാൻ കണ്ടതിൽ കളക്ഷൻസ് കൂടുതൽ ഇത്തവണ ഷൂസിനായിരുന്നു. വെറൈറ്റി സംഭവങ്ങളുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു എത്ര 799 അങ്ങനെ എന്തോ സംതിങ് ഞാൻ തോന്നുന്നു. പക്ഷെ നല്ല ഷൂസായിരുന്നു കേട്ടോ, കാണാൻ നല്ല ഭംഗിയുള്ള ഷൂസായിരുന്നു. പക്ഷെ അവന് ഷൂ ഒന്നും വേണ്ട, ഡെയിലി വെയറിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോഴത്തേക്കിനും അതൊന്നും അവൻ ഇഷ്ടപ്പെട്ടില്ല. അവൻ ഓൾറെഡി ഇട്ടേക്കുന്ന സ്റ്റുഡിയോയുടെ ആയിരുന്നു, അത് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അവൻ ഇട്ടേക്കുന്ന ചപ്പലേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ, വേറെ ഒന്നും വെറൈറ്റി ആയിട്ട് കണ്ടില്ല. പിന്നെ അവിടെ ഈ 199 കുറച്ച് കളക്ഷൻസ് വന്നിട്ടുണ്ടായിരുന്നു, പുതിയ സാധനം. അത് എനിക്ക് ഇച്ചിരി ഇതായിട്ട് തോന്നിയുള്ളൂ. ഇപ്രാവശ്യം വന്നിട്ട് കുറേ നല്ല സാധനം 199 കിട്ടി. പക്ഷെ അതൊന്നും നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ മേടിക്കാൻ പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷെ നമുക്ക് വേറൊരു സംഭവം മേടിക്കാനുണ്ട്. നമുക്ക് മറ്റേ സാരിക്കൊരു ബ്ലൗസ് പീസ് എടുക്കണുണ്ടായിരുന്നു പരാഗിൽ പോയിട്ട്. അപ്പോൾ അവിടെ കുറേ കളക്ഷൻ ഉണ്ടെന്ന് കേട്ടു. ഭയങ്കര തുണി എടുക്കുന്ന സാധനത്തിൽ അവിടെ ഭയങ്കര കളക്ഷനാണെന്ന് കേട്ടു. അപ്പോൾ അവിടെ പോയിട്ട് അത് എടുക്കണം. പിന്നെ ഫുൾ ഇതായിരുന്നു കേട്ടോ, ടീഷർട്ടിൻ്റെ കളക്ഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അത്രയും ലൂസ് ആടാ, ഇത്രയും 199. പിന്നെ ഗൈസ് ആ വൈറ്റ് സ്ലീവ്ലെസ് കൂടി നമ്മൾ എബിന് നോക്കി, പക്ഷെ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് നമ്മൾ വാങ്ങിച്ചില്ല. പിന്നെ നമ്മൾ ഗേൾസിൻ്റെ ചപ്പൽ സ്ഥലത്ത് പോയി. ഹീൽസൊക്കെ ഉണ്ടായിരുന്നു, നല്ല 299 നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട് അവിടെ. അത് നിങ്ങൾ ഇത്തവണ കുറച്ച് എനിക്ക് കൂടുതൽ ചെരുപ്പ് കളക്ഷൻ തോന്നി. സോ നിങ്ങളിപ്പോൾ പോയി നല്ലതായിരിക്കും. പക്ഷെ ഞാൻ ചെരുപ്പൊന്നും മേടിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല. പിന്നെ എബുവിനും ചെരുപ്പ് മേടിക്കാൻ നമ്മൾ വേറൊരു കടയിൽ പോയി. അവിടെ ഫുൾ ബൂട്ട് കളക്ഷൻസ് ഒക്കെ ആയിരുന്നു. അവൻ വിചാരിച്ച് വെച്ചിട്ടുണ്ട് അവൻ്റെ മൈൻഡിൽ അവന് ഇന്ന ചെരുപ്പ് വേണമെന്ന്. അപ്പോൾ നമുക്കതൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സോ അത് അതായിരുന്നു നമുക്കിപ്പോൾ ഒരു ആഗ്രഹം കാണില്ല, ഇങ്ങനത്തെ ചെരുപ്പ് വേണം, അങ്ങനത്തെ ഇരിക്കണം എന്നൊക്കെ. അത് കിട്ടിയില്ലെങ്കിൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ലല്ലോ. അതായിരുന്നു അടുത്ത സംഭവം. സോ നമ്മൾ മടുത്തു, ആൻറ്റി അവിടെ പോയിരുന്നു. എന്നിട്ട് നമ്മൾ അവിടെ നിന്നും കിട്ടിയില്ല. എന്നിട്ട് നമ്മൾ നേരെ വിട്ടിട്ട് നമ്മൾ എങ്ങോട്ടാണ് പോയെന്ന് മറന്നു. ഇവിടെ പോയി വേറൊരു ചെരുപ്പടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് അവിടെ നോക്കിയപ്പം എല്ലാം ഉണ്ട്. പക്ഷേ ഏബുവിൻ്റെ ഉദ്ദേശിച്ച സാധനം മാത്രം കിട്ടിയില്ല. കുറേ ക്രോക്സും കുറേ ഇങ്ങനത്തെ കുറേ അൽക്കുൽ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ 199 സെയിൽ നടക്കുമായിരുന്നു. ഇതൊക്കെ 199 സാധനങ്ങളാണ്. പക്ഷേ നമ്മൾ നോക്കിയില്ല. ഏബുവിൻ്റെ ഇഷ്ടപ്പെട്ട സാധനം കിട്ടാത്തതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. കാണാനൊരു ദേശീയ വൈബ് ഉണ്ടായിരുന്നു അവിടെ. ഫുൾ ഈ നമ്മൾ ഡ്രസ് മെറ്റീരിയലിനെ വെച്ചെടുപ്പിക്കുന്ന കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പരാഗിലാട്ടത് കുറേ നല്ല കളക്ഷൻ. അതായത് തുണി എടുക്കാൻ തയ്ക്കുന്നതൊക്കെ വന്നാൽ അടിപൊളിയാണ്, നല്ല കളക്ഷൻ. ഇതിലെ മറ്റേ നമ്മൾ ബ്ലൗസിൻ്റെയൊക്കെ ബാക്കിൽ നമ്മൾ ഇത് വള്ളി വെക്കുമ്പോൾ അതിൻ്റെ അറ്റത്ത് പിടിപ്പിക്കുന്ന മുത്താണ്. ഈ ഒരു ബ്ലൗസ് പീസാണ് ഞാൻ നോക്കിയത്. പക്ഷേ എനിക്ക് അതിനേക്കാളി 5.5 മെറ്റീരിയലാണ് ഇഷ്ടപ്പെട്ടത്. സോ നമ്മൾ ഇത് എടുത്ത് സർപ്രൈസ് തരാമെന്ന് വിചാരിച്ചാണ്, പക്ഷെ മറന്നു. ഇനിയിപ്പോൾ പറഞ്ഞല്ലോ. അപ്പോൾ അതാണ് നമ്മളെടുത്തത്. പിന്നെ നമ്മൾ ഷേക്കൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് പോയി. ഓറിയോ ഷേക്ക് കുടിച്ചു.